ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ അവസരത്തിനായിട്ട് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും നല്ലൊരു പ്രാർത്ഥന ജീവിതമുണ്ട്. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും അനേക ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ദൈവസന്നിധിയിലായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ചില അനുഗ്രഹം വരണം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നന്മ വേണം എന്ന് പ്രാർത്ഥിക്കും. ചിലർ രോഗശാന്തിക്കും മറ്റും വിടുതലയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നുമായിട്ട് അനേക കാര്യങ്ങൾ നാം പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. കാരണം നാം നമ്മുടെ ദൈവത്തല്ലാതെ ആരടുത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? ദൈവം നമ്മെ ഒരു അപ്പനെ പോലെ തോളിൽ ചുമ്മിക്കൊണ്ട് നടക്കുന്ന ദൈവം നമ്മുടെ ദൈവം. ഒരു അമ്മയെ പോലെ ആശ്വസിപ്പിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. ഒരു സഹോദരനെ പോലെ താങ്ങുന്ന ദൈവം നമ്മുടെ ദൈവം. ഒരു സുഹൃത്തിനെ പോലെ സ്നേഹിക്കുന്നവൻ നമ്മുടെ ദൈവം. ദൈവം തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനയെ ശ്രദ്ധിച്ച് കേൾക്കുന്നു. അപ്രകാരം തന്നെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നു. പലപ്പോഴുമൊക്കെ ദൈവം നമുക്ക് അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ തരുന്നു. ഭക്തൻ പറഞ്ഞതുപോലെ നാം പ്രാർത്ഥിക്കുന്നതിനും അതിനപ്പുറമായിട്ട് ഉത്തരം തരുന്ന ദൈവം നമ്മുടെ ദൈവം. വേദവചനം പറയുന്നു, സംഖ്യാപുസ്തകം 24 അധ്യായം ആദ്യത്തെ വചനം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ, ഇസ്രായേലെ അനുഗ്രഹിക്കുന്നതേ ദൈവത്തിന് പ്രീതി ഉള്ള ഒരു കാര്യം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇന്നുമാട്ട് യാക്കോബ് 1 അധ്യായം അതിൻ്റെ 17 വാക്യം പറയുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമയ്ക്കയും ഉയരത്തങ്ങളിൽ വെളിച്ചത്തങ്ങളിൽ നിന്ന് പിതാവിലിരുന്നു ഇറങ്ങി വരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇന്നുമായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ 3 ലേഖനം അതിൻ്റെ 1 അധ്യായം 2 വാക്യം പറയുന്നു, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായി ഇരിക്കുന്നത് പോലെ ഈ സകലത്തിലും ശുഭമായും സമാധാനമായിട്ട് ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വരുന്നു. പ്രിയമുള്ളവരെ, എന്നിരുന്നാലും നാം ഒരു നേരമെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, പ്രാർത്ഥന കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തിനെ സ്നേഹിക്കാൻ വേണ്ടി നാം മാറ്റിവെക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തോട് പറയണം, ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഗോഡ്, ഐ ലവ് യു. God, I love you more than anything in this world. ഈ ലോകത്തിൽ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയെക്കാട്ടിലും ഞാൻ അങ്ങേ അധികമായിട്ട് സ്നേഹിക്കുന്നു എന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് പറയണം. പറയുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും കൂടി ദൈവത്തെ നാം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. നമ്മുടെ വാക്ക് കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ ദൈവത്തെ പ്രയോറിറ്റിയായിട്ട് വയ്ക്കുന്നത് വെച്ച് കാണിക്കണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് ദൈവം ഒരുപാട് ആഗ്രഹിക്കുന്നു. ദൈവം അതിനു വേണ്ടി ഒത്തിരി ദാഹിച്ച് കൊതിച്ചു നിൽക്കുന്നു. നാം ദൈവത്തെ സ്നേഹിക്കണം. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ നാം ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കണമെന്ന് കാണിച്ചു കൊടുക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13 അധ്യായം 23 വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവത്തിൽ വായിക്കുന്നു, ദൈവത്തിന് 12 ശിഷ്യന്മാർ ഉണ്ടായിരുന്നാലും അതിൽ ഒരുവൻ ദൈവത്തെ അധികമായിട്ട് സ്നേഹിച്ചു. അവൻ ദൈവത്തിൻ്റെ മാർബിൽ ചാരി കിടക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അത് വിശുദ്ധ യോഹന്നാൻ്റെ അനുഭവം. എത്ര ശ്രേഷ്ഠയുള്ള അനുഭവം! നിങ്ങളും ഞാനും അങ്ങനെ ആയിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം പറയണം, ഈ മകൻ എന്നെ അധികമായിട്ട് സ്നേഹിക്കുന്നു, ഈ മകൾ എന്നെ അധികമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറയണം. അതേപോലെ എനിക്കൊരു മകളുണ്ട്, അവൾക്ക് 15 വയസ്സായി. അത് ഈ ഏജ് ഗ്രൂപ്പിൽ ഒത്തിരി നെഫ്യൂവും നീസും എനിക്കുണ്ട്. എൻ്റെ സഹോദരങ്ങളും സഹോദരികൾക്കും മക്കൾ ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും എനിക്ക് ഒരേപോലെ ഇഷ്ടമാണ്, എല്ലാവർക്കും എന്നെയും ഇഷ്ടമാണ്. പക്ഷേ അതിൽ ഒരു വ്യത്യാസമുണ്ട്. ആ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ എന്നെ അധികമായിട്ട് സ്നേഹിക്കും. എന്നെ കാണുമ്പം തന്നെ വളരെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഓടി എൻ്റെ അടുത്ത് വന്ന് റജു അങ്കിൾ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിൽക്കുകയും എന്നോട് സംസാരിക്കുകയും എന്നെ കെട്ടിപ്പിടിക്കുകയും ചില സമയങ്ങളിൽ എന്നെ ഇങ്ങനെ അടിച്ചടിച്ചുകൊണ്ട് ഇരിക്കുകയും അങ്ങനെ പലവിധമായ സ്നേഹം കാണിക്കും. ആ സ്നേഹം കണ്ട് എൻ്റെ ഹൃദയം വളരെയധികം സന്തോഷിക്കും. ഞാൻ എന്ത് ആ മഹക്ക് കൊടുക്കണമെന്ന് ഞാൻ ചിന്തിക്കും. പ്രിയമുള്ളവരെ, നാമും ദൈവത്തിൻ്റെ അരികിൽ അങ്ങനെ ചെല്ലണം. ദൈവത്തെ ഒത്തിരി എക്സൈറ്റഡോട് കാത്തിരുന്ന്, ആകാംക്ഷയോട് കാത്തിരുന്ന്, പ്രയറോട് വളരെ സ്നേഹത്തെ കാണിക്കുമ്പോൾ ദൈവം നമ്മുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭക്തൻ പറയുന്നു, സങ്കീർത്തനം 63 അധ്യായം ആദ്യത്തെ വചനത്തിൽ പറയുന്നു, ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തിലേ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ദേശത്തെ എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു എന്ന് ഭക്തൻ പറയുന്നു. അത്
അതേപോലെ സങ്കീർത്തനം 130 അധ്യായം 6 വാക്യത്തിൽ പറയുന്നു, ഉഷസ്സനായി കാത്തിരിക്കുന്നത് പോലെ ഒരു കാവലാളി രാത്രിയിൽ ഇരുന്ന് അവൻ വേല ചെയ്യുമ്പോൾ വെളുപ്പിനേക്ക് നേരം വെട്ടിടുവാൻ കാത്തിരിക്കുന്നത് പോലെ, അത് കഴിഞ്ഞ് അടങ്ങി അവൻ്റെ വീട്ടിൽ പോയി ഉറങ്ങാമെന്ന് കാത്തിരിക്കുന്ന പോലെ, ഒരു കാവലാളി വെളുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഞാൻ നിനക്ക് കാത്തിരിക്കുന്നു. അത്രമാത്രം കാര്യങ്ങൾ ഭക്തൻ കാണിക്കുന്നു. ഇന്നുമായിട്ട് സങ്കീർത്തനം 42:1-2 വചനം വായിച്ചു നോക്കുമ്പോൾ, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, നാം അങ്ങനെ ദൈവത്തെ അന്വേഷിക്കണം. നാം അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം? നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനം പ്രകാരമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:15 അതിൻ്റെ 21 വാക്യം, 1 യോഹന്നാൻ 5:3, 2 യോഹന്നാൻ 1:6 പറഞ്ഞിരിക്കുന്ന പ്രകാരം ദൈവത്തിൻ്റെ കൽപ്പനയെ നാം അനുസരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനയെ നാം അനുസരിക്കുന്നതിനാൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയെ നാം അനുസരിക്കാതിരിക്കുമ്പോൾ നമ്മിൽ ആ സ്നേഹമില്ല. നാം ഈ ദൈവത്തെ സ്നേഹിക്കണം. നമ്മെ ഇത്രമാത്രം സ്നേഹിച്ച് നമ്മൾ ഇത്രമാത്രം കരുതുന്നു, നാം ചെയ്ത പാപങ്ങൾക്ക് തക്കതായില്ലാതെ കൃപയായി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നാം സ്നേഹിക്കാതിരിക്കുന്നത് എങ്ങനെ? യോഹന്നാൻ എഴുതിയ 1 ലേഖനം 4 അധ്യായം 20-21 വചനം വായിച്ചു നോക്കുമ്പോൾ, നിന്റെ സ്വന്തം സഹോദരനെ നീ സ്നേഹിച്ചില്ലെങ്കിൽ ദൈവത്തെ നീ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാം ഈ ദൈവത്തെ സ്നേഹിക്കാം. സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കാം. നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാം. അപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന പടിയാൽ നമുക്ക് എന്ത് നന്മകൾ ഉണ്ടാകുമെന്ന് ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തത് റോമർ 8:28. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിച്ചവർക്ക് സകലവും നന്മയ്ക്കായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു അനുഗ്രഹക്കുറവ് പോലെ തോന്നിയാലും, ഒരു പ്രശ്നം എന്ന് തോന്നിയാലും, അവസാനം അത് നന്മയ്ക്ക് ഹേതുവായിട്ട് മാറും. നമ്മുടെ ശത്രുക്കൾ അസൂയ കൊണ്ട് നമ്മെ എതിർത്താലും നമുക്ക് പ്രശ്നം കൊണ്ടുവന്നല്ല, അത് പ്രശ്നത്തെയും ദൈവം നന്മയായി മാറ്റും എപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ. രണ്ടാമത്തത് സങ്കീർത്തനം 91 അധ്യായം 14 വാക്യം പറയുന്നു, അവൻ എന്നെ പറ്റിയിരിക്കുന്ന പടിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മെ രക്ഷിക്കും, ആപത്ത് ഘട്ടങ്ങൾ വിടുവിക്കും, ദൈവം നമ്മെ ഉയർത്തും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. യാക്കോബ് 1:12 വചനം പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ അവസാനം ദൈവം വാക്ക് കൊടുത്ത് ജീവകിരീടത്തെ കൊടുക്കും എന്ന് പറയുന്നു. നമുക്ക് സ്വർഗരാജ്യത്തിൽ നാം പ്രവേശിക്കും, ജീവൻ്റെ കിരീടം നമുക്ക് ദൈവം നൽകും. അവസാനമായിട്ട് ഒറ്റൊരു കാര്യം കൂടി പറയുന്നു. 1 കൊരിന്ത്യർ 2 അധ്യായം 9 വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കും നന്മകൾ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു ഹൃദയം അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഈ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മെ തിരിച്ച് സ്നേഹിക്കും. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്നു, കരുതിയിരിക്കുന്നു. ഈ ഒരു അനുഗ്രഹങ്ങളൊക്കെ മാറ്റി വച്ചേക്കാം. നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്നു, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമുക്കായി തൻ്റെ ജീവനെ തന്ന് അവസാനത്തുള്ളി ചോര എന്ന് തന്ന് നമുക്ക് വേണ്ടി ഇത്രമാത്രം ശിക്ഷകൾ പാടുകൾ ഏറ്റ് സ്നേഹിക്കാതിരിക്കുന്നത് എങ്ങനെ? അതുകൊണ്ട് നമ്മെ സമർപ്പിക്കാം, സ്നേഹിക്കാം. സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന സകല കൽപ്പനകളെ നമുക്ക് പാലിക്കാം, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാം. അപ്പോൾ ദൈവം സകലവും നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായി മാറ്റും. ദൈവം എല്ലാവിധ പ്രശ്നങ്ങളും നമ്മളെ വിടുവിക്കും. God does not want to give us ordinary blessing. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത രീതിയിൽ, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത രീതിയിൽ, ഒരു ഹൃദയം അറിഞ്ഞിട്ടില്ലാത്ത രീതിയിൽ ഔസേപ്പിനെ പോലെ, ദാനിയേലിനെ പോലെ, ദാവീദിനെ പോലെ വലിയ ഉയരങ്ങൾക്ക് വലിയൊരു ഐശ്വര്യമുള്ള ജീവിതം ദൈവം നിങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്നു. അതിന് നാം വലിയ പണമൊന്നും കൊടുക്കണ്ട, വലിയ പാടുമൊന്നും പെടേണ്ട. ഈ ദൈവത്തെ സ്നേഹിച്ചാൽ മതി, ഈ ദൈവത്തെ സ്നേഹിച്ചാൽ മതി. പ്രിയമുള്ളവരെ, പറയുക, ഗോഡ് ഐ ലവ് യു, ഗോഡ് ഐ ലവ് യു ദ മോസ്റ്റ് എന്ന ദൈവത്തെ സ്നേഹിക്കാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. വീണ്ടും അടുത്ത ചിന്തയോടെ വരുന്നവരെ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.